വളരെയധികം മാരകമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സൺസ്ക്രീൻ ലോഷൻ അല്ല സൺ ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യണത്. പലതരം ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സൺസ്ക്രീൻ ലോഷൻസൊക്കെ നമ്മളുടെ ഇതുപോലെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നല്ലത് നോക്കിയത് നമ്മുടെ സ്കിന്നിന് യോജിക്കുന്ന രീതിയിൽ, ഇപ്പം ഓയിലി സ്കിന്നുള്ളതുണ്ട്, നോർമൽ സ്കിന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ സൺ ബ്ലോക്കിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തൊരു മുകളിൽ നമ്മൾ ജസ്റ്റ് ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന സൺസ്ക്രീൻ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബീറ്റ്സ് ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോണത് ഒരു നാച്ചുറൽ സൺസ്ക്രീൻ ആണ്. 2 സൺസ്ക്രീൻ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ 2 മെത്തേഡ് നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 100% നമുക്ക് എഫക്റ്റ് കിട്ടിയില്ലെങ്കിൽ 50% നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാണ്. ഇതൊരു നാച്ചുറൽ സൺസ്ക്രീൻ ആണ്, പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ളൊരു നമ്മളുടെ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ സിസമി ഓയിൽ, ഇതും നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, അല്ലാണ്ട് അവൈലബിൾ ആണ്, എള്ളെണ്ണ എന്ന് പറയും. പിന്നെ നമുക്ക് വേണം അലോവേര ജെല്ല്. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു നമ്മളുടെ സൺസ്ക്രീൻ പ്രൊട്ടക്ഷനാണ്. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എവിയൻ 400 അഥവാ നമ്മളുടെ വൈറ്റമിൻ ഇ ക്യാപ്സുൽ ഒരെണ്ണം കൂടെ ചേർക്കാം. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചേർക്കണം 1:1 എന്നുള്ള അളവിൽ ഓയിലാണ്. ഇത് റൈറ്റ് സൈഡിൽ ഞാൻ ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്യാം, അതിൻ്റെ SPF എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് 2 ഓയിൽ എടുത്താലും മതിയാവും. ഇനി സിസമി ഓയിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഓയിൽ രണ്ടും 1:1 എന്നുള്ള അളവിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സുൽ ഒരെണ്ണം മതിയാവും കേട്ടോ. അപ്പം നമ്മൾ അളവിനനുസരിച്ച് മാറ്റിയെടുക്കാം, കൂടുതലുണ്ടാക്കുന്ന അനുസരിച്ച് മാറ്റിയെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണം അലോവേര ജെല്ല്. ഞാനിവിടെ ആയുഷിൻ്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്ര ഓയിൽ എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ 2 സ്പൂൺ ഓയിൽ നമ്മൾ രണ്ടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സ്പൂണോളം നമ്മൾ അലോവേര ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഒരു ഇത് മാറിയിട്ട് ഒരു വൈറ്റ് ക്രീമായിട്ട് തിക്ക് ക്രീമായിട്ട് വരും. അപ്പോൾ നമ്മളുടെ സൺസ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഓൾ ടൈപ്പ് സ്കിന്നിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിങ്ക് ഓക്സൈഡ് പൗഡറാണ്. നിങ്ങളിത് കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, ഇത് വളരെ നല്ലതാണ് സ്കിന്നിന്. ഇപ്പോൾ ഡയപ്പർ റാഷസിനും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളൊക്കെ വരണ്ട് പൊട്ടുക, സ്കിൻ വരണ്ട് പൊട്ടുന്നതിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ സിങ്ക് ഓക്സൈഡ് പൗഡർ ഞാനിതിലേക്ക് ഒരു 2 സ്പൂണോളം ചേർക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ സിങ്ക് ഓക്സൈഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ 4 സ്പൂണ് മോയ്സ്ചറൈസിങ് ക്രീം, നമ്മൾ SPF പ്രൊട്ടക്ഷൻ ഇല്ലാത്ത മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. നമ്മളുടെ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാത്തിലും നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സുലോട് ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് അലോവേര ജെല്ല് ഒരു സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഓൾറെഡി മോയ്സ്ചറൈസിങ് ക്രീം ആയതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. അലോവേര ചേർത്ത് കൊടുത്താലും ഒന്നും കൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സൺസ്ക്രീൻ. സൺസ്ക്രീനും രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ടൈപ്പ് സ്കിന്നിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ കീപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഞാനൊരു മോക്കൂര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിന് ഞാനൊരു കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് അല്പം ചേർത്ത് തേച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഒരു വെള്ള പാടുപോലെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം അതുപോലെ നമ്മൾ പോകുന്നതിന് ഒരു 20-25 മിനിറ്റ് മുമ്പ് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് സൺ പ്രൊട്ടക്ഷൻ ടിപ്സ് നോക്കാം. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഫേസിൽ മാത്രമല്ല, നമ്മളുടെ എവിടേക്കാണോ വെയിൽ കൊള്ളുന്ന ആ ഭാഗത്തൊക്കെ നമ്മൾ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു സൺഗ്ലാസോ അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെയിൽ കൊള്ളാത്ത രീതിയിലുള്ള ഡ്രസ്സോ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 10 മണി മുതൽ 4 മണിയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വെയിൽ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് മാക്സിമം പുറത്ത് പോകാണ്ടിരിക്കുക. അതുപോലെ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തായാലും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓടിക്കാനായിട്ട് നോക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളിനിപ്പോൾ വെയിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഒരു സ്പൂൺ ഹണിയും ഒരു 2 സ്പൂൺ തൈരും കൂടെ യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ സൺ ടാൻ ഉണ്ടാവാണ്ട് നോക്കാവുന്നതാണ്.
പിന്നെ ദിവസം നമ്മൾ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തു നമ്മൾ പിറ്റേ ദിവസം യൂസ് ചെയ്യേണ്ട എന്നുള്ള ധാരണ ഉണ്ടാവരുത്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. പുറത്ത് പോകുന്നവർക്ക് കെമിക്കൽ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന റെമഡി യൂസ് ചെയ്യാവുന്നതാണ്. നോർമൽ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, സുന്ദരിയായിട്ടിരിക്കുക, സുന്ദരന്മാരായിട്ടിരിക്കുക. റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും മറക്കരുതേ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.